സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. 10ാം ക്ലാസ്സുകാരുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജില് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 50 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ അറിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുമോ അല്ലെ. അപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്നറിയാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് പ്രൈമർലി റെഫേഴ്സ് ടു സാൻസ്കൃതി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സംസ്കൃതിയെ പ്രധാനമായും സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ആൻസർ ഏതാണ്? സി ആണ് വരുന്നത് കേട്ടോ. അപ്പം സി എന്ന് പറയുമ്പോ ഏതാ വരുന്നത്? കൾച്ചറൽ റിഫൈൻമെന്റ്, സാംസ്കാരിക പരിരക്ഷണം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. The Quit India movement for complete the independence was launched in the which year എന്നുള്ളതാണ്. ഏത് വർഷമാണ് പരിപൂർണ സ്വാതന്ത്ര്യത്തിനായി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ഏതാണ്? 1942. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തത്, സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ബൈ. ആരാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത് എന്നുള്ളതാണ്. അപ്പം അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. CR ദാസ് ആൻഡ് മോട്ടിലാൽ നെഹ്റു ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് മിസ് പറയുമ്പോൾ അത് തന്നെയാണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ മിസ് PDF ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ഓപ്ഷൻ എ ആയി എന്നുള്ളത്, അതുപോലെ ഓരോന്നിനും ഓപ്ഷൻ എന്തുകൊണ്ട് അതായി എന്നുള്ളത് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ ഈ PDF കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആൻസേഴ്സ് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഓപ്ഷൻ അത് വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ചില കേസിൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ തന്നെയാണ്, ഞാൻ അതാണ് എഴുതിയത്, അത് തന്നെയാണ് ശരി എന്ന് ചില അഡമന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയാസ് ഒക്കെ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതുകൊണ്ടാണ് ഇത് മിസ് ശരിയാക്കിയത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ PDF കൊടുത്തത് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ സിഖ് ഗുരു ഹു ഇനീഷ്യേറ്റഡ് ദ ഖൽസ പാന്ത് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇദ്ദേഹമാണ് 1699 ഈ ഒരു ഭക്തി ബൈസാഖി എന്ന് പറയുന്ന ബൈസാഖി ഡേയില് 1699 ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ഈ ഒരു സംഭവം ഇനീഷ്യേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഒരു ഇക്വാലിറ്റിയും കറേജും സെൽഫ് സാക്രിഫൈസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓപ്ഷൻ ഏതാണ്? ഡി, ഗുരു ഗോവിന്ദ് സിംഗ് ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് വാസ് യൂസ്ഡ് ബൈ വൈദ്യപതി എന്നുള്ളതാണ്. വൈദ്യപതി ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? മൈഥിലി എന്നുള്ളതാണ്. ഓപ്ഷൻ സി മൈഥിലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ്. ഹു എമംഗ് ദ ഫോളോയിങ് റോട്ട് രാമചരിതമാനസം? ഓക്കെ, അപ്പൊ രാമചരിതമാനസം എന്ന് പറയുന്നത് ആര് എഴുതിയതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബി ആണ്. തുളസിദാസ് ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, അടുത്തത് ഏതാണ്? ഏഴാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ബാബ ഫാരിദ്സ് പോയട്രി വാസ് കംപ്ലൈൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ബാബ ഫരീദിന്റെ കവിതകൾ താഴെ പറയുന്നവയിൽ ഏത് ഗ്രന്ഥത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി ആദി ഗ്രന്ഥ എന്ന് പറയുന്നതിലാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സോഷ്യൽ റിഫോമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പം കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ സോഷ്യൽ റിഫോമറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാണ് സോഷ്യൽ റിഫോമർ? സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഫീച്ചേഴ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഒമ്പതാമത്തെ ചോദ്യമാണ്. At what age did Henry Louis Vivian
ഡെറോസിയോ ഡൈ. അപ്പം എന്നാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ ഏത് വയസ്സിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വയസ്സ് തന്നിട്ടുള്ളതിൽ 21 years ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 21 വയസ്സാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം, 10ാമത്തെ ചോദ്യം. ദ ഒറിജിനൽ നെയിം ഓഫ് സ്വാമി വിവേകാനന്ദ വാസ്. എന്താണ്? നരേന്ദ്രനാഥ് ദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അടുത്ത നോക്കാം. അപ്പൊ 10ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 11ാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാം. ഐഡന്റിഫൈ ദ ലീഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പം അടുത്തതും ഒരു ആളെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. അതിന് താഴെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കേരളത്തിൽ ജനനം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയത്തെ പ്രചരിപ്പിച്ചു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ ആരാണ് ഇതിൽ നാരായണ ഗുരു ആണെന്നുള്ളത്, ശ്രീനാരായണ ഗുരു ആണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം നമുക്ക് SNGC കോളേജുകളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് അതിന് മുന്നിലൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രവും അതുപോലെ രൂപവും അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഈ വാക്ക് അവിടെ എഴുതി വെച്ചതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടു കാണൂ അല്ലെ. അപ്പൊ നമുക്ക് സിംപ്ലി ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. അപ്പൊ അതിനെന്താ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 12ാമത്തെ ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് വാൾനട്ട് വുഡ് ഫർണിച്ചർ ഇസ് ഫേമസ്. അപ്പം വാൾനട്ട് വുഡിനെ കൊണ്ടുള്ള ഫർണിച്ചർ ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാശ്മീർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് വിത്ത് ദെൻ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ as a type of scroll painting famous in Bhilwara district of Rajasthan. അപ്പൊ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞത്. അതായത് തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ചിത്രകലയെ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ചിത്രകല. അതില് ഓപ്ഷൻ സി ആണ് അതില് കറക്റ്റ് ആയിട്ട് വരുന്നത്. ചിത്രകലയാണ് അതില് ഏറ്റവും അനുയോജ്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം 14ാമത്തെ ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് സെഡ് ദീസ് ലൈൻസ്. താഴെ നിങ്ങൾക്ക് ലൈൻസ് തന്നിട്ടുണ്ട്. ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ആരുടേത്? നേരത്തെ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ചോദ്യം വന്ന പോലെ തന്നെ ഉള്ളതാണ്. സോ ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിൽ കറക്റ്റ് ആൻസർ 14ാമത്തെ ചോദ്യത്തിന്റെ. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. നസ്രുദ്ദീൻ തുൾസി വാസ് ദ സ്കോളർ ഓഫ് വിച്ച് സബ്ജക്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ശാസ്ത്രത്തിലാണ് ഇദ്ദേഹം പാണ്ഡിത്യം നേടിയത് എന്നാണ് ചോദ്യം. അപ്പം ആസ്ട്രോണമി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ഐഡന്റിഫൈ ദ സയന്റിസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഒരു സയന്റിസ്റ്റിന്റെ, ആരാണെന്ന് കണ്ടുപിടിക്കുക. അതില് ഓപ്ഷൻ ഡി ഡോക്ടർ വിക്രം അംബലാൾ സാരാഭായ് എന്ന് പറയുന്ന ആളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം. ഓർഡർ ഓഫ് ഇൻഫിനിറ്റി ഈസ് റിട്ടൺ ബൈ. ഓർഡേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആരെഴുതിയതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് എ ആണ്. GH ഹാർഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സർവശിക്ഷ അഭിയാൻ പരിപാടി നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 2001 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്തത് നോക്കാം. 19ാമത്തെ ചോദ്യമാണ്. വിച്ച് ലാംഗ്വേജ് ഡെവലപ്ഡ് വിത്ത് ദ റൈസ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസം എന്ന് പറയുന്ന ഒരു അതിലൂടെ ഉയർന്നു വന്ന ലാംഗ്വേജ് ഭാഷയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? പാലിയാണ്. ഓപ്ഷൻ ബി പാലിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ലാസ്റ്റ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ഓഫ് ഗോട്ടൻ എന്നുള്ളതാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഏതാണ്?
സെക്ഷൻ ബി ആണല്ലേ. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര 21 മുതൽ 35 ക്വസ്റ്റ്യൻസ് വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയും ആണ്. എന്താണ് 15 എണ്ണം 2 മാർക്കിന് എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം എന്താണ് നോക്കുക, 2 മാർക്ക് ഇതാണ് ഇതിൽ വരുന്നത്. ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. 21 ചോദ്യം ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനാണ്. അതില് 2ഉം ഫോൾസ് ആണ്, എയും ഫോൾസ് ആണ്, ബിയും ഫോൾസ് ആണ്. എയും ബിയും തെറ്റാണ് വരുന്നത്. ഇനി 22 ചോദ്യവും ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്. 22 ചോദ്യം ഒന്നാമത്തത് എ ട്രൂവും അതുപോലെ തന്നെ രണ്ടാമത്തത് ഫോൾസും ആണ്. ശരി തെറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ബോക്സിൽ ആ ഉത്തരം ശരിയായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏകദേശം ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 23 ചോദ്യം. 23 ചോദ്യം എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1 7th സെഞ്ചുറിയും 2 കമ്പരാമായണ എന്ന് പറയുന്ന കമ്പരാമായണവും 7ാം നൂറ്റാണ്ട് എന്നുള്ള 2 വാക്കുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. 24 മുതൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് 5 എണ്ണം മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് മിസ് ജസ്റ്റ് എന്താണ് ഒന്നാമത്തത് ബി അങ്ങനെ പറയാം. ഇതിലിപ്പം 4 എണ്ണമാണ് ഉള്ളത്. 1 2 3 4 ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പുറത്ത് എ ബി സി ഡി എന്നാണ് ഉള്ളത്. മിസ് അത് എങ്ങനെയാണോ കറക്റ്റ് മാച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം 24 ചോദ്യം പറയാം. 24 ചോദ്യം 1 ബി ആണ്, 2 വരുന്നത് എ ആണ്, 3 വരുന്നത് സി ആണ്, 4 വരുന്നത് ഡി ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അത് കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി 25 ചോദ്യം നോക്കാം. 25 ചോദ്യത്തില് എന്താണ്? സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അതിൽ ഒന്നാമത്തത് ഡി ആണ്, രണ്ടാമത്തത് എ ആണ്, മൂന്നാമത്തത് ബി ആണ്, നാലാമത്തത് സി ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അതിലെ മാർക്ക് കിട്ടും കേട്ടോ. ഇനി 26 ചോദ്യമാണ്. അത് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫിഗേഴ്സ് ആൻഡ് ദെയർ ഏജസ് ആണ് വന്നിട്ടുള്ളത്, ഇയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അടുത്തത് നോക്കാം. ഇതിൽ 26 ചോദ്യത്തിന്റെ ഒന്നാമത്തത് വരുന്നത് എനോടാണ്, രണ്ടാമത്തത് വരുന്നത് ബി ആണ്, മൂന്നാമത്തത് വരുന്നത് സി ആണ്, നാലാമത്തതിനോട് ചേർന്ന് വരുന്നത് ഡി ആണ്. അങ്ങനെയാണ് 26 വരുന്നത്. ഇനി 27 ചോദ്യമാണ്. 27 ചോദ്യത്തിൽ ഒന്നാമത് വരുന്നത് ഡി ആണ്, രണ്ടാമത്തത് സി ആണ്, മൂന്നാമത്തത് ബി ആണ്, നാലാമത്തത് എ ആണ് വരുന്നത്. ഇനി 28 ചോദ്യമാണ്. 28 ചോദ്യം ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡി ആണ്, 2 എ ആണ്, 3 ബി ആണ്, 4 സി ആണ് വരുന്നത്. അങ്ങനെയാണ് ആ 28 ചോദ്യം. ഇനി 29 മാത്സ് ഫോളോയിങ്ങില് 1 സി, 2 ബി, 3 ഡി, 4 എ ഇങ്ങനെയാണ് മാത്സ് ഫോളോയിങ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടിക്കാണുമല്ലോ. ഇനി 30 ക്വസ്റ്റ്യൻ ആണ്. 30 ക്വസ്റ്റ്യന് ട്രൂ ഓർ ഫോൾസ് എഴുതാനുള്ളതാണ്. ഇതിൽ എ ട്രൂ ആണ്, ബിയും ട്രൂ ആണ്, രണ്ടും സത്യമാണ്. നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? ശരി തെറ്റ് എന്നാണോ അല്ലെങ്കിൽ ഹിന്ദിയിലാണ് സത്യ അസത്യ വരുന്നത് അല്ലെ? ഓക്കെ, മലയാളത്തിലുള്ളവർക്ക് ശരി തെറ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലെ? ഓക്കെ, എനിവേ രണ്ടും ശരിയാണ് കേട്ടോ. 30 ക്വസ്റ്റ്യൻ. ഇനി 31 ക്വസ്റ്റ്യനും സെയിം ആണ്, രണ്ടും എയും ശരിയാണ്, ബിയും ശരിയാണ്. ഇനി 32 ചോദ്യം വരുന്നത് ഇതേപോലെ തന്നെയാണ്. 32 ചോദ്യം എങ്ങനെയാണ്? എയും ശരിയാണ്, ബിയും ശരിയാണ്. ഇനി 33 ക്വസ്റ്റ്യൻ പക്ഷേ എ തെറ്റാണ്, ബി ശരിയാണ്. ഇനി അടുത്ത 34 ചോദ്യത്തിൽ വരുന്നത് എ തെറ്റാണ്, ബി ശരിയാണ്. ഓക്കെ, ഇനി 35 ക്വസ്റ്റ്യനിൽ വരുന്നത് എ തെറ്റാണ്, ബി ശരിയാണ്. ഓക്കെ, എ തെറ്റാണ്, ബി ശരിയാണ്. 35 ചോദ്യം. ഇനി സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഏകദേശം എന്താണ് 36 to 40 വരെ ഉള്ളത് 25 വാക്കിൽ ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമായിരുന്നു.
ഇനി അങ്ങോട്ടേക്ക് 36 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പം അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്? കൾച്ചർ, സിവിലൈസേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സിവിലൈസേഷനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചിട്ടുമാണ് 36ാമത്തെ ചോദ്യം വന്നിട്ടുണ്ടായത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കൾച്ചർ ആണെങ്കിൽ സംസ്കാരം എന്നത് ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സംസ്കാരം ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സിവിലൈസേഷനും അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒരു ഡെഫിനിഷൻ പോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് 37ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുഗൾ പ്രാക്ടീസിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലെ, മുഗളന്മാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് എന്താണ് വന്നിട്ടുള്ളത്? 38ാമത്തെ ചോദ്യം കോൺട്രിബ്യൂഷൻ ഓഫ് ഈശ്വർചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റും? ഈശ്വർചന്ദ്ര വിദ്യാസാഗർ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ എന്താണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുമൊക്കെ അദ്ദേഹം എന്താണ് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് എഴുതാൻ പറ്റും. സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഏകദേശം 39-40 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മിസ് PDF കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ ഡിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ ലേൺ സ്റ്റോറിൽ നിങ്ങൾക്ക് ബൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ ബൈ ചെയ്തെടുക്കണമെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് വേണം അല്ലെ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് വ്യൂ ചെയ്യാം എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും. അപ്പൊ നിങ്ങൾ ഡിസ്കസ് ചെയ്തതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതെല്ലാം PDF ആയിട്ട് തന്നെ വ്യൂ ചെയ്യണം എന്നുള്ളവർക്ക് അതിൽ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചിൽ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത്, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഇതിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം. അതുപോലെ തന്നെ NIOSന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസും ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓൾ കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പും നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.